ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ മോളുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷേ എക്സാം നടക്കുകയാണെങ്കിൽ എനിക്ക് അവളെ പഠിപ്പിക്കണം, തുണി നനയ്ക്കണം, മടക്കണം, ഓർഗനൈസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കിച്ചണിൽ കയറിയാലോ ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, വിളമ്പണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല, വീട്ടിലിരിക്കുന്നവർക്ക് ജോലിയേ ഇല്ല എന്നുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ എടുക്കുന്നതുകൊണ്ട് ക്ലാസ്സിന് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ വെച്ചിരുന്ന കിച്ചണിലൊരു എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പൂവാണ് കാണിച്ചത്. ഇത് പഴങ്കഞ്ഞിയാണ്, എല്ലാവർക്കും അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു പിടി അരി ചോറ് വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചു. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടാണ്. അപ്പോൾ മോൾക്കും ചേട്ടന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്കല്ല, കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് മീൻകറി. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലില്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? യെസ്, അതാണ് എൻ്റെ സ്പെഷ്യൽ മീൻകറി. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഫുഡിൻ്റെ ഇതൊക്കെ അറിയാം, എങ്ങനെ ഞാൻ ഉണ്ടാക്കും, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. ഓക്കെ, അങ്ങനെ മീൻകറി റെഡിയായി. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ബിക്കോസ് ഓൾറെഡി നമുക്കൊരു കറി ഞാൻ ഉണ്ടാക്കി. ഇത് തേങ്ങ അരച്ച് ഒഴിച്ചു കൂട്ടാനാണ്. ഇപ്പം ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ട്രിവാൻഡ്രം സ്റ്റൈലൊക്കെ ആണെങ്കിൽ ഒഴിച്ചു കൂട്ടാൻ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വേറൊരു ഒന്നും ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ചമ്മന്തി പോലെയൊക്കെ തോന്നും, പക്ഷേ ചമ്മന്തിയല്ല, ഒഴിച്ചു കൂട്ടാനാണ്. ചോറിന് വിരവി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. റൈസ് പിന്നെ ഓൾറെഡി ഞാൻ ഇതിലോട്ടാണ് വയ്ക്കുന്നത്, അരി തിളപ്പിച്ച് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ലാഭിക്കാനാണ് കേട്ടോ. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു വെജിറ്റബിളായിട്ട്, അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കിച്ചൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക്. അങ്ങനെ കോവയ്ക്ക അവിയലിലേക്കുള്ള ഇത് ഞാൻ കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടു. കുറച്ച് ഉള്ളി, ഒരു കുറച്ച് മുളക്, പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. നമ്മൾ നോർമലി അവിയൽ ചെയ്യും പോലെ തന്നെയാണ്, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ഫിഷ് കറി റെഡിയായി. കുറച്ച് തിക്ക് ഗ്രേവി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഫിഷ് കറി റെഡിയായി. ഇന്ന് ഫിഷ് കുറച്ച് കിട്ടിയ ഒരു ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫിഷ് കറിയും വേണം, ഫ്രൈയും വേണം. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്പെഷ്യൽ മസാല ഇന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ടിന്നിൽ എടുത്ത് വെച്ചു, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. ചോറ് തന്നെ അതിലോട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അരി നല്ലപോലെ വാർത്തിട്ട് അതിലോട്ട് തന്നെ വെച്ചു. അപ്പോൾ ചൂടോടെ ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും. അവിയലിലേക്ക് വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് അവിയലും റെഡിയായി. ഏകദേശം നമ്മളുടെ ഉച്ചത്തെ പരിപാടിയൊക്കെ ഒന്ന് റെഡിയായി. ഇന്ന് മീൻ ആക്ച്വലി എനിക്ക് കിട്ടി, പക്ഷേ ഞാൻ പോയ സമയത്ത് മീൻ ഓൾറെഡി എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി, കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മീൻ എന്തായാലും കിട്ടിയ ഈ ദിവസം വന്നിട്ട് ഫിഷ് ഫ്രൈയും വേണം, ഫിഷ് കറിയും വേണമെന്നുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. നമുക്ക് ലൈഫിലായിരുന്നാലും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലായിരുന്നാലും എവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുപോലെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് പീസസ് എടുത്ത് കറി വെച്ചു, കുറച്ച് പീസസ് വറുക്കാനും ഇട്ടു. അപ്പോൾ എനിക്ക് ചേട്ടനും മോൾക്കും കൂട്ടാൻ കൊടുക്കുമ്പോഴും ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കോവയ്ക്ക അവിയൽ, പിന്നെ ഒഴിച്ചു കൂട്ടാൻ റൈസ്, അച്ചാർ, പപ്പടം, മോര്, ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ എനിക്ക് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതും ഉണ്ടാക്കി. അങ്ങനെ അവിയൽ ലാസ്റ്റ് സ്റ്റേജായിട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും മാത്രം ഞാൻ അതിലോട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കുകയാണ്. ഇന്ന് ആക്ച്വലി എനിക്കൊരു യാത്രയുണ്ട്, ഒന്ന് പുറത്തിറങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് പോകുന്നത്. എവിടെ പോവുകയാണെങ്കിലും എൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടിയാണിത്. ഫുഡൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ഒതുക്കി വീടൊക്കെ ഒന്ന് ലാസ്റ്റ് മിനിറ്റ് ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി എല്ലാം ഉണ്ടാക്കി ഒക്കെ വെച്ചു. ചൂടോടെ എല്ലാം റെഡിയായി. അവിയൽ ഓൾ സെറ്റ് റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് പീസസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഉച്ചത്തേക്ക് നമ്മൾക്ക് വേണ്ടി മാത്രം കഴിക്കാനായിട്ടുള്ള ഫിഷ് ഫ്രൈ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഫിഷ് ഫ്രൈ, അടുത്ത് തന്നെ ഓംലെറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാൻഡ് ലഞ്ചായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് മീനേ കിട്ടിയുള്ളൂ, പക്ഷേ അതിനെ വെച്ച് ഞാൻ 2 ഇതായിട്ട് ഉണ്ടാക്കി. നമ്മളുടെ കറിയും അവിയലും ഒക്കെ
ഒക്കെ ഇതാ റെഡിയായി ഇരിപ്പുണ്ട്. നല്ല ചൂടോടെ ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു. ചേട്ടൻ ചോറൊക്കെ കഴിച്ചു. നമ്മളും എല്ലാവരും കഴിച്ചതിന് ശേഷം എനിക്ക് മുകളിലൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക.